ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ ഞങ്ങൾ അറിയിക്കുന്നു. എനിക്ക് മുന്നായി അല്പസമയം ഇൻട്രൊഡക്ഷൻ എടുത്ത ദാസൻ പറഞ്ഞു, സ്നേഹമില്ലാത്ത ജീവിതമാണ് ഇന്ന് അധികമായി ഉള്ളത്. സ്നേഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിനകത്തൊരു കെട്ടിടപ്പുണ്ടാകണം. എത്രയൊക്കെ കെട്ടിടപ്പുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും പലപ്പോഴും സ്നേഹം ഇല്ലായ്മ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന നമുക്ക് എല്ലാവർക്കും കാണുവാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? ഈ സ്നേഹമില്ലായ്മ ഇന്നോ ഇന്നലെയോ അല്ലെ കഴിഞ്ഞ ദിവസം തുടങ്ങിയതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വന്നപ്പോൾ മനുഷ്യൻ സ്നേഹമില്ലാത്ത വ്യക്തിയായി മാറുവാനിട വന്ന്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നത്, അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറുമെന്നുള്ളത്. ഞങ്ങളൊക്കെ ഇതുപോലെ പ്രസംഗിക്കുമെന്നോ ഈ യേശുക്രിസ്തുവിനെ ഇതുപോലെ ഉയർത്തുമെന്നോ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള ആളുകളൊന്നും അല്ലായിരുന്നു. കാരണം എന്റെ പേര് അജികുമാർ എന്നാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ എന്റെ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഞാൻ പ്രവർത്തിച്ച ആളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും അത് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരു രീതിയിലും എന്നെ രക്ഷിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, മരണത്തിന്റെ ഭയം മാത്രം എന്നെ വേട്ടയാടിയപ്പോൾ ഒരു പരീക്ഷണാർത്ഥം യേശുവിന്റെ അടുക്കലേക്ക് വന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ കേൾക്കുന്നില്ല. പ്രൈസ് ലോർഡ്. 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞു. അപ്പൊ സമൃദ്ധിയായ ഒരു ജീവിതമുണ്ട്. ഈ ഭൂമി നാം ഏറിയാൽ 70-80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുമ്പോൾ ഈ ജീവിതമല്ല സമൃദ്ധിയായ ഒരു ജീവിതം. ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതമുണ്ട്. ദൈവമില്ലാത്ത നിത്യമായ ഒരു രണ്ടാം മരണം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നത് നിത്യജീവൻ നൽകുവാണെന്ന് പറയാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ നിത്യത ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിന് ഇനിയൊരു വാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് മരിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്ത് എടുക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് മരണത്തിനപ്പുറമായ ഒരു ജീവിതം ആത്മാവിനുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ ആത്മാവ് എവിടെയാണ് ജീവിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിത്യമായ ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപത്തിലാണ് ജനിച്ചു വീണ്ടിരിക്കുന്നത്. അവൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപത്തിൽ ജീവിക്കുമ്പോൾ, പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഏറ്റവും അധികമായി പണം മുടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏറ്റവും അധികമായി ആശുപത്രികളിൽ, അനാഥാലയങ്ങളിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ താൻ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ നാം പാപത്തിന് പരിഹാരമായി എന്തെല്ലാം ചെയ്താലും മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ ശരീരത്തിൽ രക്തത്തിൽ കലർന്നിരിക്കുന്ന പാപത്തെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ പോയി രക്തത്തെ മാറ്റി പുതിയ രക്തം കയറ്റി ശുദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്ന് നോക്കാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരിക. എന്നാൽ പാപമില്ലാത്തതിന്റെ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെടണം. ആരാണ് പാപമില്ലാത്തവൻ? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പാപമൊഴികെ അവൻ മനുഷ്യൻ തുല്യമായി ഈ ഭൂമിയിൽ ജയിച്ച യേശുക്രിസ്തു മാത്രമാണ് പാപമില്ലാത്തവൻ. അവന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ
ആ രക്തത്തിൽ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തെ മാറ്റാൻ കഴിയുള്ളൂ. അടയ്ക്ക ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടിക്കൂരാൻ ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിട്ടുന്ന സന്തോഷമാണ്, സമാധാനമാണ് എന്ന് കണ്ടുകൊണ്ട് സ്വന്തക്കാർക്ക് നാട്ടുകാർക്കൊക്കെ തലവേദനയായ ജീവിതമായിരുന്നു. കേസും വഴക്കുമായി എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി, കോടതിയിൽ കയറി ഇറങ്ങി നടന്നിരുന്ന ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് സുവിശേഷമാണ് വന്നത്. ഞങ്ങളൊക്കെ രൂപാന്തരപ്പെടുത്തി സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിയോരങ്ങളിൽ തെരുവോരങ്ങളിൽ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തിനും രക്ഷയില്ല, നശിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും ഒരു ദിവസം വഴങ്ങും. എല്ലാ നാമവും പറഞ്ഞൊരിക്കൽ യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ നിത്യമായൊരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് പാപം ക്ഷമിക്കുന്ന ദൈവത്തിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. നാം ഭൂമിയിലായിരിക്കുമ്പോൾ പലത് നേടുമ്പോഴും മനുഷ്യൻ മറന്നു പോകുന്ന ഒന്നാണ്, ഈ ഭൂമിയിലെ ജീവിതമാണ് ഏറ്റവും ഭാഗ്യമുള്ള ജീവിതം. ഇവിടെ 100 വയസ്സുകൾ ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഭാഗ്യമുള്ള ജീവിതം. കിട്ടുന്ന അല്ലെങ്കിൽ നാം എന്തെല്ലാം സമ്പാദിക്കാൻ പറ്റുമോ ആ സമ്പാദ്യമാണ് ഏറ്റവും ഭാഗ്യമുള്ള ജീവിതം എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിലാ ചെന്നെത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന് വേദപുസ്തകം വ്യക്തമായി ചോദിക്കുന്നു. നാം എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇത് കഴിഞ്ഞുള്ള വാസത്തിലേക്ക് നാം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നീ മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന മോശത്വവും വിശുദ്ധ നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്നുള്ളത്. ഒരു പക്ഷെങ്കിൽ സന്ദേശം ഒരുപാട് കേട്ടിട്ടും ഇതിനെ അംഗീകരിക്കാതെ പിന്നെയും പിന്നെയും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈകിയ സമയം നിങ്ങളുടെ കാതിൽ സന്ദേശം എത്തുവാൻ ദൈവം കാണിച്ച സ്നേഹം, ദൈവം നിങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നത് കൊണ്ടും തന്നിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എവിടെയോ കടന്നിരുന്ന ഞങ്ങൾ ഇന്ന് ഈ പരസ്യമായി ഈ വചന ശുശ്രൂഷ ഈ ദേശത്ത് വന്ന് വിളിച്ചറിയിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണമാക്കിയത് ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ് മരണവും പാപവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറി ഒളിക്കുവാൻ വന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നും മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ദൈവികമായ സന്ദേശത്തിനകത്തു നിന്നും അവൻ മാറി ഒളിക്കുകയാണ്. ഇന്ന് ഇതുപോലുള്ള സന്ദേശം കേൾക്കുമ്പോൾ ഇതിനെ എതിർക്കുകയും കളിയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനെ മറുതലിച്ച് ഇതിനെ അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും ദൈവത്തിലേക്ക് അടുക്കാതെ മനുഷ്യൻ പിന്നെ അകന്നു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള വചനമാണ് വ്യക്തമായി ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പം ഈ സന്ദേശം എടുക്കുക, ആരാണ് ഈ സന്ദേശം ആവശ്യമുള്ളവർ അവരെ വിടുവിക്കാൻ ശ്രമിക്കുന്ന ദൈവം നമ്മുടെ മധ്യം വന്നിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ചെന്ന് അവരുടെ കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ളത്. ഈ സന്ദേശം ഒരു മാനുഷികമായ ശബ്ദത്തിനപ്പുറമായി ഒരു ദൈവികമായ സന്ദേശമാണ്, ഒരു നിത്യത സന്ദേശമാണ്, ജീവന്റെ സന്ദേശമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും സന്ദേശം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിത്യമായ ഒരു ജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഈ സുവിശേഷം. നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി സൗജന്യമായ ഒരു രക്ഷ കാണിച്ചു തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെയും നിങ്ങളെയും ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ സകല മഹിമ വേണ്ടി ഇറങ്ങി വരികയും അവൻ കാൽവരി യാഗമാകുകയും കല്ലറ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവടുത്തിരിക്കുന്ന യാസന്റെ വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശവുമായി ഞങ്ങളെ ദൈവം ഇവിടെ അയക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ പലരും ഇതിനെ മതപ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നതിന്റെ സുവിശേഷം എന്ന്. ഈ സുവിശേഷമാണ് നിങ്ങളുടെ മധ്യം ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത്. ആയതിനാൽ മടങ്ങി വരുക, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത്, യേശുക്രിസ്തുവിൽ കൂടെ നിത്യമായൊരു ജീവിതത്തിലേക്കാണ് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇവിടെ നടന്ന ഈ പരസ്യമായ ശുശ്രൂഷകൾ അതിനൊരു മുഖാന്തരമാക്കുവാനും അവൻ ഈ രക്ഷകനായ ക്രിസ്തുവിനെ കൂടെ വസിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മാവിനെ എത്തിക്കുവാനും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശത്തെ ഇതുവരെയായി ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചത് താനൊരു എയ്ഡ്സ് രോഗിയായിരുന്നു. ഒരു സാധാരണ രോഗിയല്ല,
വർഷങ്ങളോളം ഈ രോഗബാധയോടെ ജീവിച്ച വ്യക്തിയായിരുന്നു. കാരണം ജീവിതക്രമം കൊണ്ട് കിട്ടിയതല്ല, അല്ലാതെ എങ്ങനെയോ കിട്ടിയതായിരിക്കും. എന്നാൽ ഈ രോഗം ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായെന്നും പിന്നെ അവർ ജീവിച്ചിരിക്കുമോ എന്നും. പല എയ്ഡ്സ് രോഗികൾ കഴിഞ്ഞ ചില വർഷക്കാലം മുമ്പ് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് ദിവസം തോറും നാം കേട്ടുകൊണ്ടിരിക്കുന്ന. പക്ഷേ നിനക്ക് അതീതമായി സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശു ഉണ്ടെന്ന് താൻ തിരിച്ചറിഞ്ഞു. ഇതുപോലെ ഞാനും ഇത് തന്നെയായിരുന്നു. ഞാനും സമൂഹത്തിൽ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ തല്ലാൻ പോകുന്ന ഒരു ജോലിയായിരുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ ഗുണ്ടായിസ പ്രവർത്തനം, ആരെയും പേടിയില്ലാത്തൊരു ജീവിതം. ആരെയും തല്ലും, മുഖം നോക്കത്തില്ല. ഒരു 500 തരാമെങ്കിൽ അന്നേരെ 500 വേണ്ടി തല്ലാൻ പോകുന്ന വ്യക്തിയായിരുന്നു. പിന്നെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും ആ സാഹചര്യം അങ്ങനെയായതുകൊണ്ട്, കാരണം പണമാണല്ലോ മനുഷ്യന് മുഖ്യം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന പണക്കാരാ ജീവിക്കാനാ. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഏതെല്ലാം മനുഷ്യൻ നിലവാരത്തിൽ പോകുന്നുവോ അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ വലിയ വലിയ വീടുകളൊക്കെ ഈ പ്രദേശത്ത് കടന്നു വന്നത്. അങ്ങനെ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹം. ഒരുപക്ഷെ ശരിയാ, എല്ലാവർക്കും നല്ല കാര്യം തന്നെയാ. പക്ഷെ ഒന്ന് മനസ്സാക്കണം, ഇവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കാലം ദൈവം നമുക്ക് തന്നിട്ടില്ല. ഏറിയാൽ 70, അങ്ങേയറ്റം 80 സംവത്സരം. ഓരോ ദിനങ്ങളിലും നമ്മെ തേടി വരുന്ന ഒരു സത്യമുണ്ട്, മരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തിരിച്ചതാ, നടന്നില്ല. ജീവിതത്തിൽ അത്രയ്ക്ക് വിഷയങ്ങൾ കടന്നു വന്നു. മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ സുഖിക്കാനും ആനന്ദിക്കുവാനും അല്ല, വലിയ ധനാഠ്യനായ കുടുംബഭാരം നിലനിർത്താനല്ല ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഇതറിയണമെങ്കിൽ ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കി അറിയാം. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞ വാക്ക്, ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയം വരെയുള്ള ജീവിതമാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. അത് ഈ ഭൂമിക്ക് പോലും. അപ്പൊ ഭൂമിയുടെ അവസാനം എത്തിരിക്കുക. മനുഷ്യന്റെ അവസാനം മരണത്തോടു കൂടിയല്ല, അതിനപ്പുറമുണ്ട്. പിന്നെ ലോകത്തിന്റെ അവസാനത്തിൽ ഇതെല്ലാം തകർന്നു പോകും. എത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലം ഇതൊക്കെ ഉണ്ടെങ്കിലും പല കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ ജീവിതത്തിൽ നിരാശകളും അസമാധാനത്തോടു കൂടിയും ജീവിത പ്രശ്നങ്ങളോട് കിടക്കുന്നവരാണ് അനവധി ജീവിതങ്ങൾ. ഒന്നിനും പരിഹാരം കിട്ടുന്നില്ല. പലരും വിചാരിക്കുന്നത് നല്ലൊരു ജോലി കിട്ടിയാൽ ആ സമാധാനം കിട്ടും, നല്ല ജോലി സംബന്ധമായ വിദേശത്ത് പോവുകയോ പണം കിട്ടുക ചെയ്താൽ എല്ലാറ്റിനും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാലും ശരിയായ രീതിയിലുള്ള സമാധാനം ഞങ്ങൾ പ്രാപിച്ചത് കൊണ്ട് യേശുവിന്റെ വിശ്വാസത്താലേ ലഭിക്കുവാൻ കഴിയത്തുള്ളതാണ്. മറ്റേക്ക് അല്പകാലത്തേക്കുള്ള സമാധാനവും സന്തോഷവും ലഭിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആ സമാധാനം തന്നെയല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ് നിത്യജീവൻ. എനിക്ക് മുമ്പായി പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞല്ലോ, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം, ഇവിടെ വിട്ടുള്ള ജീവിതമുണ്ട്. അത് 2 സ്ഥലത്തെ കുറിച്ചാണ്. ഒന്ന് സ്വർഗരാജ്യം, 2 നരകം. രണ്ടും നിത്യതയാ. സ്വർഗരാജ്യം എത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഭൂമി വന്നത്. അല്ലാതെ ക്രിസ്തുവിന്റെ പേരിൽ ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു മനുഷ്യനെ രക്ഷിക്കണം? മനുഷ്യൻ പാപിയായതുകൊണ്ട്. എങ്ങനെ പാപിയായി? ആദ്യ മനുഷ്യന്റെ പാപനിമിത്തം എല്ലാവരും പാപികളായി തീർന്നു. അങ്ങനെ പാപിയായ മനുഷ്യനെ ദൈവം രക്ഷിച്ചത് സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ മരക്കുരിശിൽ ക്രൂശിക്കപ്പെടുത്തി. ക്രൂശിലൂടെ ഞാൻ പാപത്തിന് പരിഹാരം പറ്റി ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോഴാണ് അവന്റെ പാപത്തെ ദൈവം മോചിക്കുന്നത്, അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത്. എന്നൊന്ന് നോക്കിയാൽ പത്രത്തോട് നാം വായിക്കുന്ന വാർത്തകൾ, കുടുംബ ബന്ധങ്ങൾ അകന്നു മാറുന്നു. ഈ വർഷം തന്നെ ഏകദേശം